ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജയൻ സ്ക്വാഡ്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി ലാസ്റ്റ് കിട്ടിയ മാൾഡിനിയുടെ റിവ്യൂ ചെയ്തിരുന്നു, പ്ലെയർ പ്രൊഗ്രഷനും കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു തുറാമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം തുറാമിനും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണത്. തുറാമിനും മാൾഡിനിക്കും അതായത് ചേരുന്ന പൊസിഷനും പ്രൊഗ്രഷനും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മൾ രണ്ടുപേരെ ഉൾപ്പെടുത്തിയ ഒരു ഗെയിം പ്ലെയർ വീഡിയോയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ തുറാമിൻ്റെ ഇൻ്റർസെപ്ഷൻ. അപ്പം തുറാമിനെ ആദ്യം ഞാൻ CB ആയിട്ട് കളിപ്പിച്ച് നോക്കി, മാൾഡിനിനെയും CB ആയിട്ട് ട്രെയിൻ ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് ഒന്നും കൂടെ ബെറ്റർ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങളുടെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആവാം. ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുകൊണ്ട് എനിക്ക് മാൾഡിനിയാണ് CB ആയിട്ട്. തുറാം റൈറ്റ് ബാക്കിൽ ബീസ്റ്റാണ്. റൈറ്റ് ബാക്കിൽ ഇപ്പം നിലവിൽ ഡിഫെൻസീവ് റൈറ്റ് ബാക്കിൽ ഒരു ബെറ്റർ ഓപ്ഷനാണ് തുറാം. മാൾഡിനി ആവട്ടെ ലെഫ്റ്റ് ബാക്ക് കുഴപ്പമില്ല, എന്നിരുന്നാൽ കൂടെ CB ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. CB ആയിട്ട് നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അതപ്പോൾ ഇത് ഞാൻ പല ഗെയിമിൽ നിന്നും കളിച്ചതിന് ചെറുതായിട്ട് എടുത്തതാണ്. കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, മിസ്സായിപ്പോയി. നല്ല ഇൻ്റർസെപ്ഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നമുക്കൊരു ഗെയിം പ്ലേ റിവ്യൂ കൂടെ നോക്കാം. ഡിവിഷൻ 1 ഇപ്പോൾ ഓൾറെഡി ഞാൻ ഉള്ളത്. കുഴപ്പമില്ലാത്ത പെർഫോമൻസാണ് മാൾഡിനി തരുന്നത്. അതിൽ ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുറാമിനെ ഞാൻ സെൻട്രൽ ബാക്കായിട്ട് തന്നെ CB ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ മാൾഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവർ രണ്ടുപേരെയും കൂടെ യൂസ് ചെയ്യുമ്പം തുറാം ഒന്നും കൂടെ അഗ്രസീവായിട്ട് മുന്നോട്ട് കയറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മാൾഡിനിയാണ് ഒരു ബിൽഡപ്പ് CBയുടെ അതേ റോൾ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഡിവിഷൻ 1 ഓപ്പോണൻറ്റ് തന്നെയാണ്. ഇതാ നമ്മുടെ കറൻ്റ് സ്ക്വാഡ്. തുറാമിനെ റൈറ്റ് ബാക്കായിട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. CB ആയിട്ടായിരുന്നു, പക്ഷേ എനിക്കങ്ങോട്ട് എന്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. മാൾഡിനി ഉണ്ട്, പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ കന്നവാരോ ഉണ്ട്, ബെറേസി ഉണ്ട്. അപ്പം നിലവിൽ കന്നവാരോവിനെയും മാൾഡിനിയാണ് സ്ഥിരം യൂസ് ചെയ്യുന്നത്. ഓപ്പോണൻറ്റ് നല്ല സ്ക്വാഡാണ്. ഓക്കെ, അടിപൊളി സ്ക്വാഡാണ്. ബ്ലിറ്റ്സ്, സണ്ണുണ്ട് കേട്ടോ നമുക്ക് കയ്യിൽ. ഓക്കെ, സല, കിയാസ എല്ലാവരും ഉണ്ട്. ഓക്കെ, നല്ലൊരു മാച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. നമ്മുടെ വൈഫൈ ഇച്ചിരി ശോകമാണ്, അതിൻ്റെ ഒരു ചെറിയൊരു സീനുണ്ട്, അതായത് നോക്കാം, കളിച്ച് നോക്കാം. എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു പോവാം. തുറാമിൻ്റെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. റൈറ്റ് ബാക്കിലാണ് ഒന്നും കൂടെ എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയത്. മാൾഡിനി സെൻറ്റർ ബാക്ക് ആക്കുമ്പം ഹെഡിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. തുറാമും കുഴപ്പമില്ല, നല്ല ഹെഡിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും തുറാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 186 ഹൈറ്റ് ഉണ്ട് മാൾഡിനിക്ക്. തുറാമ് 182 ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു പോരായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കൂടെ കുഴപ്പമില്ല. പക്ഷേ ഭയങ്കര അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. ഞാനിപ്പം കളിക്കുന്നത് ക്വിക്ക് കൗണ്ടറാണ്. അപ്പോൾ നമുക്കറിയാലോ, ഓവർ അഗ്രഷൻ ആകുമ്പം പ്ലെയറിനെ നമുക്ക് പ്രത്യേകിച്ച് ഡിഫൻഡർമാരെ ബേക്കിൽ മാച്ചപ്പ് ചെയ്ത് നിർത്തണം. നമ്മൾ പ്രസ്സിങ് കളിക്കുകയാണെങ്കിൽ ഓൾറെഡി അവർ കയറിപ്പോവും, ഓപ്പോണൻറ്റിന് ഗോൾ അടിക്കാനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മാച്ച് നോക്കാം. ഓക്കെ, സാബി അലോൺസോ ആ പാക്കിൽ തന്നെ വന്നതാണ്. സാബി അണ്ടർ റേറ്റഡ് ആണ്, പക്ഷേ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഓർക്കസ്ട്രേറ്ററാണ് പ്ലേയിങ് സ്റ്റൈല്, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അതായത് ഞാൻ കിട്ടിയതുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് എന്ന് പറയുള്ളൂ, അല്ല OP ലെവലൊന്നും ഇല്ല. ഡിഫെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു അഗ്രസീവായിട്ട് പ്രസ് ചെയ്ത് കളിക്കുന്നില്ല. ഓർക്കസ്ട്രേറ്ററുടെ ശൈലിയാകുമ്പോൾ അങ്ങനെയാണ്, പക്ഷേ പാസിങ്ങും കാര്യങ്ങളൊക്കെ പക്കയാണ് സാബി. ഓക്കെ, കന്നവാരോ ഇൻ്റർസെപ്റ്റ്. നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്, ലാഗ് അടിക്കുന്നുണ്ട്. അതായത് ബോൾ കൈ കിട്ടുമ്പോൾ ഒന്ന് പാസ് കൊടുത്താലൊക്കെ ഒരു സെക്കൻഡല്ല, ജസ്റ്റ് ഒരു ലാഗ് വന്നിട്ടാണ് ബോൾ പോകുന്നത്. അത് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, നമുക്കറിയാമല്ലോ നെറ്റ്വർക്ക്, ഓൺലൈൻ മാച്ചിലൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ വരും, നമുക്ക് കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു ഫാൾട്ട് വന്നാലും ഓപ്പോണൻറ്റ് അത് മുതലെടുത്ത് ഗോൾ അടിക്കുകയും ചെയ്യും. ഓൺലൈൻ മാച്ച് കളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. കിട്ടിയില്ല. ഞാൻ ഗുട്ടീനെ യൂസ് ചെയ്യാറില്ലായിരുന്നു, ചുമ്മാ അവിടെ കണ്ടപ്പോൾ ഒന്ന് ഇറക്കി നോക്കിയതാണ്. കുഴപ്പമില്ലാത്ത പെർഫോമൻസ്, നല്ല പാസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഇയറിലെ ഫ്രീ ട്രൈ കിട്ടിയതാണ്.
ഓക്കെ, സാബി. ഓക്കെ, കേൾ ചെയ്ത് നോക്കാം. കിട്ടിയില്ല. ഗിൽബർട്ടോ സിൽവ. ഓക്കെ, റൈറ്റ് ബാക്കിൽ നല്ല പെർഫോം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. റൈറ്റ് ബാക്കിൽ നല്ല പെർഫോമൻസ് ആണ് തന്നെ. ഞാൻ ഓൾറെഡി ഡിക്സണെ ആയിരുന്നു റൈറ്റ് ബാക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡിക്സണെ മാറ്റിയിട്ടാണ് ഇപ്പം തുറാമിനെ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി കളിയാണ്. നിങ്ങൾക്ക് കിട്ടിയാൽ അറിയാമല്ലോ. സ്പീഡാണെങ്കിലും സ്റ്റാമിന ആണെങ്കിലും ഓടിപ്പിടിക്കാനുള്ള എല്ലാ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിക്സന് ഡിഫൻസീവ് എബിലിറ്റീസ് ഉണ്ടെങ്കിലും സ്പീഡും ഉണ്ട്. പക്ഷേ ഏരിയയിൽ ഹൈ ബോൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ടൊക്കെ ഏതായാലും തുറാമിനെ കിട്ടിയോടെ ബെറ്ററായി. പിന്നെ ഇടിച്ചു കുത്തി ബോൾ എടുത്തോളും, നല്ല അഗ്രസീവായിട്ട് കളിച്ചോളും. ഓക്കെ, നമുക്ക് നോക്കാം. നല്ല ലാഗ് അടിക്കുന്നുണ്ട്. എന്തെന്നാക്കാലും ഒരു ഗോളിൻ്റെ ലീഡുള്ളതുകൊണ്ട് ഈ ലീഡ് നിലനിർത്തിയാലും നമുക്ക് ജയിക്കാമായിരുന്നു. നോക്കാം. ഓക്കെ, ക്ലിയർ ചെയ്തു. നിങ്ങൾക്ക് മാൽഡിനി തുറാം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക താഴെ. അതായത് ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 2 ഷോട്ട് എടുത്തായിരുന്നു. ഓക്കെ, ഇപ്പം ആരെയും ചേഞ്ച് ചെയ്യണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം എന്താവുമെന്ന്. തുറാം ക്ലിയർ ചെയ്തു. നെറ്റ്വർക്കിൻ്റെ ചെറിയ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ പാസിങ് ലാഗാവും. ചിലപ്പോൾ ഡയറക്ഷൻ ബട്ടൺ പ്രസ്സായിരിക്കും. അതൊക്കെ ഒരു ഇഷ്യൂ ആണ്. അതിനിപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഓൾറെഡി നെറ്റ്വർക്ക് പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ ഗ്രാഫിക്സ് കുറച്ചിട്ടത്. സ്റ്റേഡിയം ഗ്രാഫിക്സ് ഞാൻ ലോവസ്റ്റാണ് ഇട്ടേക്കുന്നത്. എന്നിരുന്നാൽ കൂടെ ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളവർ മെയിനായിട്ട് പ്ലെയർ ഗ്രാഫിക്സും സ്റ്റേഡിയം ഗ്രാഫിക്സും കുറച്ചായിരിക്കും കളിക്കാറ്. നല്ലൊരു ഗെയിം പ്ലേ റിവ്യൂ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി. നെറ്റ്വർക്ക് തന്നെയാണ് മെയിനായിട്ട്. പിന്നെ സമയം കിട്ടാറില്ല. ഡിവിഷൻ 1 കയറി കഴിഞ്ഞാൽ പിന്നെ മാച്ച് കളിക്കൽ കുറവാണ്. ഓക്കെ, ഗിൽബർട്ടോ നല്ല സേവായിരുന്നു. തുറാമിനെ കിട്ടിയെങ്കിൽ CB ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരുപാട് മാച്ച് കളിച്ചു. ഞാൻ ഇപ്പോൾ തുറാമിനെ വെച്ച് ഏകദേശം 60 മാച്ചിൻ്റെ അടുത്ത് കളിച്ചു. അതിൽ പകുതി CB ആയിട്ടാണ്. CB കോംബോ എന്ന് പറഞ്ഞാൽ ഞാൻ മാൽഡിനെ കിട്ടിയപ്പം ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. പിന്നെ തുറാമേൻ 2 പേരെ ഇടുമ്പം 2 പേരെയും കൂടി ഇടുമ്പോൾ ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്. അതായത് മാൽഡിനിയും കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി കളിക്കുന്നുണ്ട്, തുറാമും കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്ട്രോയുടെ കൂടെ ഇട്ടാൽ മാൽഡിനി ഒരു ബിൽഡപ്പ് CB എങ്ങനെയാണ് കളിക്കുന്നത് അതേപോലെ തന്നെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. തുറാമും CB ആയിട്ട് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ കൂടെ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് റൈറ്റ് ബാക്ക് പൊസിഷൻ തന്നെയാണ്. റൈറ്റ് ബാക്കിൽ പക്കയാണ്, ഒരു ബീസ്റ്റ് തന്നെയാണ്. CB ആയിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ വേണേൽ പറഞ്ഞു തരാം. കുട്ടി സുവാരസ്. ഓക്കെ, 72 മിനിറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു ഗോളിനെങ്കിൽ ഒരു ഗോളിന് ഈ കളി ഒന്ന് പിടിച്ചെടുക്കാൻ നോക്കണം. ഓക്കെ, കിട്ടിയില്ല. അതാണ് തുറാം റൈറ്റ് ബാക്ക് ആ ഏരിയയിലൂടെ പോകുന്നപ്പോഴൊക്കെ എടുത്തോളും. ഇപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കളിപ്പിക്കാം. ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആകുമ്പം ഡിഫെൻസീവ് ഡ്യൂട്ടിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒഫെൻസീവായിട്ട് അധികം കയറി വരാറില്ല. ചില ഡിഫെൻസീവ് ഫുൾ ബാക്ക് ചിലപ്പോൾ കുറച്ച് ഒഫെൻസീവായിട്ട് കയറി വരാറുണ്ട്. തുറാം അവിടെ എന്തായാലും മാർക്ക് ചെയ്ത് തന്നെ നിപ്പുണ്ടാവും. എന്തായാലും ഈ 2 കാർഡും കിട്ടിയവർക്ക് നല്ല
വെർത്തി കാർഡാണ് 100%. തുറാമിനെ കവർ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം റൈറ്റ് ബാക്കിൽ നിന്ന്. ഡബിൾ ടച്ച്. ഓക്കെ, സണ്ണിനെ കൊണ്ട് കിളിയിക്കാൻ നോക്കിയാണ്. 86 മിനിറ്റ് ആയിട്ടുണ്ട്. ഏതായാലും നമ്മൾ അടുത്ത ദിവസങ്ങൾ കുറച്ച് നല്ല ഗെയിം പ്ലേ വീഡിയോ ചെയ്യാം. ഡിവിഷൻ 1 വരുമ്പോൾ നല്ല ഓപ്പോണൻറ്റ് കിട്ടും. എല്ലാം ഡിവിഷൻ 1 ഓപ്പോണൻറ്റ് തന്നെയാണ് കിട്ടാറ്. അപ്പം നല്ലൊരു നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനി ഏതായാലും ചെയ്യാം. ഓക്കെ, ഏതായാലും മാച്ച് തീരാനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം വേറൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് നോക്കാം. ഇത് ഡിവിഷൻ 1. 936 റാങ്ക്. ഓക്കെ, അടിപൊളി ഒപ്പമുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ഒരു ഗോളിനും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ ബൈ.